तू पास तो अपना सा लगे, ये सारा जहां सपना सा लगे। ये बारिश का असर या फिर जादू है तेरा, ना होश ना खबर, ना खुद पे काबू है मेरा। बूंदे भी करे कुछ ऐसी साजिशें, तू साथ हो अगर तो हंसी ये की राहत जैसे ठंडी सी पुरवाई, वो भीगी मिट्टी की खुशबू जो तेरी सांसों से आई। वो तेरी जुल्फों की राहत जैसे ठंडी सी पुरवाई, वो भीगी मिट्टी की खुशबू जो तेरी सांसों से आई। बहता ही जाऊं तेरे दिल में बरस के, थमे ना ये बूंदे जो आज हम पे बरसे। हल्की हो या तेज हो ये बारिश, भीगना जरूर है आज यही ख्वाहिश। बारिश का असर या फिर जादू है तेरा, ना होश ना खबर, ना खुद पे काबू है मेरा। बूंदे भी करे कुछ ऐसी साजिशें, तू साथ हो अगर तो हंसी ये അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ സ്നേഹസമ്പന്നായ ദൈവമേ, നിന്നെ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. വിവാഹം ചെയ്യുവാൻ ഈ കുടുംബത്തിൽ നിന്നും ഇപ്പോൾ ദേവാലയത്തിലേക്ക് പോകുവാൻ ഒരുങ്ങി നിൽക്കുന്ന നിന്റെ ദാസൻ നിപുണനെ ആശീർവദിക്കണമേ. കർത്താവെ, നിപുണ അനുയോജ്യയായ പങ്കാളിയെ തിരഞ്ഞെടുത്തു തന്ന നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദിയും കൃതജ്ഞതയും അർപ്പിക്കുന്നു. വേർതിരിഞ്ഞിരിക്കുന്നവയെ സംയോജിപ്പിക്കുന്നവനായ ദൈവമേ, ഇസ്ഹാക്കിനെയും റബേക്കായെയും ആശീർവദിച്ച് തൻ്റെ അവകാശമാക്കിയ കർത്താവെ, നിന്റെ ഈ മക്കളെ സംയോജിപ്പിച്ച് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. സഭയെ നിർമ്മല വധുവായി സ്വയം സ്വീകരിച്ച മിശിഹാനാഥ, ഇന്ന് നടക്കുവാൻ പോകുന്ന ഈ വിവാഹത്തെ ആശീർവദിക്കുകയും നിന്റെ പ്രിയപ്പെട്ടവരായ ഇവരെ സമാധാനത്തിലും മനസ്സിന്റെ ഐക്യത്തിലും കാത്തു സൂക്ഷിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ, അവിടുത്തെ അത്ഭുത കൃത്യങ്ങൾ വർണ്ണിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. കർത്താവിന്റെ ദാസരായ അബ്രാഹത്തിന്റെ സന്തതികളെ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബിന്റെ മക്കളെ നിങ്ങളെ എല്ലാവരും ശ്രദ്ധിക്കുവിൻ. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയും ഇസ്ഹാക്കിനോട് ചെയ്ത ശബ്ദവും അവിടുന്ന് മറന്നുപോയിട്ടില്ല. കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാമോദീസായിലൂടെ അങ്ങയുടെ സഭയിൽ അംഗങ്ങളാകുവാനും കത്തോലിക്ക വിശ്വാസം ഏറ്റുപറഞ്ഞ് സഭാജീവിതം നയിക്കുവാനും ഞങ്ങൾക്കിടയാക്കിയ അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ നിരന്തരം സ്തുതിക്കുകയും
മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിനെയും സൃഷ്ടാവാകുന്നു, സകലത്തിനെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിനെയും നാഥായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. റഘുവേൽ പറഞ്ഞു, ഇപ്പോൾ തന്നെ നിയമപ്രകാരം അവളെ സ്വീകരിച്ചുകൊള്ളുക. നീ അവളുടെ ബന്ധുവാണ്, അവൾ നിനക്ക് സ്വന്തവും. കാരുണ്യവാനായ ദൈവം നിങ്ങൾക്ക് ഇരുവർക്കും ശുഭം വരുത്തട്ടെ. അവൻ പുത്രി സാറായെ കൈക്ക് പിടിച്ച് തോബിയാസിന് ഭാര്യയായി നൽകിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവളെ മോശയുടെ നിയമം അനുസരിച്ച് സ്വീകരിച്ചുകൊള്ളുക. നിന്റെ പിതാവിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോവുക. അവൻ അവരെ അനുഗ്രഹിച്ചു. അവൻ ഭാര്യയായ യജ്ഞയെ വിളിച്ച് ഒരു ചുരുളെടുത്ത് അതിൽ വിവാഹ വാഗ്ദാനം എഴുതി. അവർ തമ്മിൽ തങ്ങളുടെ മുദ്രയും വെച്ചു. അനന്തരം അവർ ഭക്ഷണം കഴിച്ചു. റഘുവേൽ തന്റെ ഭാര്യ യജ്ഞയെ വിളിച്ച് പറഞ്ഞു, അടുത്ത മുറി ഒരുക്കി അവളെ അങ്ങോട്ട് നയിക്കുക. അവൾ അങ്ങനെ ചെയ്തു. സാറായെ അങ്ങോട്ട് നയിച്ചു. സാറ കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, ധൈര്യമായിരിക്കുക. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവ് നിന്റെ ദുഃഖം അകറ്റി സന്തോഷമേകൂ. ധൈര്യം അവലംബിക്കൂ. നമുക്കെല്ലാവർക്കും ഉചിതമായി നിന്ന് കർത്താവേ, അങ്ങയുടെ ദാസരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. വിവാഹം എന്ന കൂദാശ സ്വീകരിക്കാൻ പോകുന്ന നിന്റെ ദാസരായ നിപുൺ അനീറ്റ വിശ്വസ്തയോടും സന്തോഷത്തോടും കൂടെ കുടുംബജീവിതത്തിൽ ഉറച്ചു നിൽക്കുന്നതിനും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയ ഐക്യത്തിലും വിശ്വാസത്തിലും നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാൻ ഇവരെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ അപകടങ്ങളിലും വേദനകളിലും പ്രശ്നങ്ങളിലും നിന്ന് അവരെ സംരക്ഷിച്ചുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അമ്മയെ പരിശുദ്ധ കന്യാമറിയത്തിനെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വിശുദ്ധരുമായ എല്ലാ സ്വർഗവാസികളുടെയും പ്രത്യേകമായി ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെയും പ്രാർത്ഥനാ സഹായം ഇവർക്കുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ കുടുംബത്തിൽ ഇവർ വിജയം വരിക്കുവാൻ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവുത്തന്റെ പരിശുദ്ധാത്മാവുമായ ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിച്ച് സ്തുതിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് മനുഷ്യനെ സകല ജീവജാലങ്ങൾക്കും ഉപരിയായി സൃഷ്ടിക്കുകയും അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും എന്നരുൾ ചെയ്തുകൊണ്ട് ജീവിതസഖിയെ നൽകി ഏകാന്തതയിൽ നിന്ന് കൈപിടിച്ചുയർത്തുകയും ആദ്യ വിവാഹം ആശീർവദിക്കുകയും ചെയ്തുവല്ലോ. ആദത്തിന് ഹവായെയും അബ്രാഹത്തിന് സാറായെയും ഇസാക്കിന് റബേക്കയും ജീവിതസഖിയെ നൽകി അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഇന്ന് വിവാഹ അന്തസ്സിൽ പ്രവേശിക്കുവാൻ പോകുന്ന ഞങ്ങളുടെ മകനെയും മകളെ ആശീർവദിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ മകൻ നീ സ്ഥാപിച്ച വിവാഹാന്തസ്സിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ്. വളരെയേറെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും തിരഞ്ഞെടുത്ത വിവാഹം എന്ന ദൈവവിളിയിൽ ജീവിതാന്ത്യം വരെ തുടരുവാൻ കർത്താവെ നീ അനുഗ്രഹിക്കണമേ. നീ സഭയെ സ്നേഹിച്ചതുപോലെ സഭ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം വിശ്വസ്തത പുലർത്തുന്ന, താങ്ങും തണലുമാകുന്ന പങ്കാളിയുമായി കുടുംബജീവിതം നയിക്കുവാൻ അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ച് വധുവരന്മാരെയും കുടുംബാംഗങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിച്ച ഈശോനാഥ, ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഇവരെ നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്നേഹനാഥനായ ദൈവമേ, നിന്റെ തൃക്കര നീട്ടി ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. തിരുകുടുംബത്തിന്റെ തലവനായി മാറിയ യോസേപ്പേ, ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയമേ, സകല വിശുദ്ധരെ, ഇവരുടെ സ്വർഗീയ മധ്യസ്ഥരെ, ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാക്കി തീർക്കുവാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അബ്രാഹത്തെയും സാറായെയും ഇസാക്കിനെയും റിബേക്കയും അവരുടെ സന്താനങ്ങളെ അനുഗ്രഹിച്ച ദൈവം മാധുര്യമുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. Morning, I see you in the sunrise every morning. It's like a picture that you've painted for me. A love letter in the sky. Story, I could have had a really different story. Save my life. Nobody loves me like you love me, Jesus.
Oh, what a song to sing. Oh, what a song to sing. Oh, what a song to sing. Oh, what a song. My heart keeps singing. Oh, what a song to sing. Jesus, you love me, and I love you, God. Nobody loves me like you love me, Jesus. I stand in awe of your amazing ways. I worship you as long as I am breathing. God, you are faithful and true. Nobody loves me like you. I'm a child of God. Yes, I am. Nobody loves me like you. Nobody loves me like you. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും നിന്നിലേക്കും അങ്ങയുടെ ആകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ.
അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ കർത്താവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരായ മനുഷ്യർ അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗീയ വരങ്ങളാലെ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. നിന്റെ ജനത്തെയും പിതൃഗ്രഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. ജീവിതത്തിൽ ഓരോ ദിവസവും കർത്താവ് സേനയിൽ നിന്ന് നിന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതിനാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്ന സകലത്തിന്റെ നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ലെന്ന് അരുളി ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. നന്ദി പറയുന്നത് ഉത്തമമാകുന്നു. അത്യുന്നതയുടെ നാമം പ്രകീർത്തിക്കുന്നതും കർത്താവേ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളിപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സ്വർഗ്ഗത്തിന്റെ നാഥായ എന്നേക്കും. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജീവനായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. യേശുവ അനുഗ്രഹിക്കട്ടെ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും മിശിഹായോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയമായിരിക്കുകയും ഭാര്യമാരെ നിങ്ങൾ കർത്താവിനെന്നതുപോലെ ഭർത്താക്കന്മാർക്ക് വിധേയമായിരിക്കുകയും. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമാണ് സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയായിരിക്കുന്നത് പോലെ ഭാര്യമാരെല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയായിരിക്കണം. ഭർത്താക്കന്മാരെ മിശിഹാ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണനായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. മിശിഹാ സഭ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാകുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. സഭയോടും മിശിഹായോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങൾ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യ അവരുടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. നമ്മുടെ കർത്താവായ യേശുവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം
നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്? എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2 or 3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു. അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. നല്ലൊരു മുഹൂർത്തത്തിലാണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട നിപുണും അനീറ്റായും വിവാഹിതരാകുന്നു. നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തിൽ അവർ സംയോജിപ്പിക്കപ്പെടുന്നു. നിപുണൻ്റെ മുഹമ്മദ് സാബ് മാത്യു എന്നാണ്, അനീറ്റായുടെ മരിയ എന്ന്. അപ്പോൾ ആദ്യം മുതലേ നമുക്കുള്ള പരമ്പരാഗതമായ 2 പേരുകളാണ് ഇവർക്കുള്ളത്. മത്തായി ശ്ലീഹായുടേതാണ് മാത്യുവിന് ലഭിച്ചിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടേത് തന്നെയാണ് അനീറ്റായിക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഈ 2 നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിവാഹത്തിൽ സംബന്ധിക്കുമ്പോൾ എല്ലാവർക്കും, മാതാപിതാക്കൾക്കും ബന്ധുമിത്രാദികൾക്കും ഇവിടെ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികർക്കുമൊക്കെ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതത്തിൽ നമ്മൾ 2 പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ കാണുന്നുണ്ട്. ആരംഭകാലത്ത് ഒന്നാമത്തത് 12-ാം വയസ്സിലേതാണ്. 12-ാം വയസ്സിൽ കർത്താവ് ദേവാലയത്തിൽ തങ്ങി. മാതാപിതാക്കന്മാരോടൊപ്പം തിരുനാളിന് പോയതാണ്. പക്ഷേ കർത്താവ് അവരോടൊപ്പം തിരിച്ചു പോയില്ല, ദേവാലയത്തിൽ തങ്ങി. നാം എല്ലാവരും സാധാരണ പറയുന്നത് ഈശോയെ കാണാതെ പോയെന്നാണ്. മാതാപിതാക്കന്മാർ ചിന്തിച്ചതും അങ്ങനെ തന്നെയാണ്. അവർ വളരെയേറെ തത്രപ്പെട്ട് വിഷമിച്ച് ദേവാലയത്തിലേക്ക് തിരിച്ചു വന്ന് മകനോട് ചോദിച്ചതും അങ്ങനെ തന്നെയാണല്ലോ, അമ്മ എന്താണ് നീ ഇപ്രകാരം ചെയ്തത് എന്ന്. എന്നാൽ യഹൂദ പാരമ്പര്യമനുസരിച്ച് 12 വയസ്സാകുമ്പോൾ ഒരു കുഞ്ഞ് പ്രായപൂർത്തിയിലെത്തുകയാണ്. നമുക്കത് 18 വയസ്സാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കുട്ടികളോട് നമുക്കൊന്നും അധികമായിട്ട് മാതാപിതാക്കന്മാരുടെ അധികാരം ഉപയോഗിച്ചൊന്നും പറയാൻ പറ്റില്ല. അമേരിക്കയിലൊക്കെയാണ് ഒട്ടും പറ്റില്ല. എന്നാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം 12 വയസ്സാണ് ഈ പ്രായപൂർത്തിയാകുന്ന സന്ദർഭം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ കാണാതെ പോയതല്ല ദേവാലയത്തിൽ. ഈശോയെ തീരുമാനമെടുത്ത് എനിക്ക് പ്രായപൂർത്തിയായി, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങണം എന്ന് കരുതിക്കൊണ്ട് ദേവാലയത്തിൽ തങ്ങിയതാണ്. വേദശാസ്ത്രികളോടൊക്കെ തർക്കിച്ച് ദൈവവചനത്തിൻ്റെ അല്ലെങ്കിൽ പ്രവാചക വചനങ്ങളുടെ എല്ലാം അർത്ഥം അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഈശോ. പിന്നീട് ഒരു സന്ദർഭം കർത്താവ് താൻ വളർന്നു വന്ന സ്ഥലമായ നസ്രത്തിലെ സിനഗോഗിൽ ചെന്ന് തിരുവചനം പ്രഖ്യാപിക്കുന്ന സന്ദർഭമാണ്. അങ്ങനെ നൽകപ്പെട്ട ചുരുള് തുറന്ന് വായിച്ചതിന് ശേഷം ഏശായ പ്രവാചകൻ്റെ ആ തിരുവഴുത്തിൽ നിന്ന് കർത്താവിൻ്റെ ആത്മാവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് തുടങ്ങിയുള്ള തൻ്റെ ദൗത്യം പ്രഘോഷിച്ചു. ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നതിനും
ബന്ധിതരെ മോചിക്കുന്നതിനും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനും കർത്താവിന് സ്വീകാര്യമായ വത്സരം അറിയിക്കുന്നതിനുമായി അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇത് കർത്താവിൻ്റെ നിയോഗമായിട്ട് അവിടുന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ ഇത് പരസ്യ ജീവിതത്തിൽ കർത്താവ് നിർവഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു തീരുമാനമാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിലും ഈശോ സ്വയം തീരുമാനമെടുത്ത് തൻ്റെ ദൗത്യ നിർവഹണത്തിനായിട്ട് ഒരുങ്ങുന്നത് നമുക്ക് കാണാം. ഇതിന് സമാനമായിട്ടാണ് നമ്മൾ കർത്താവിൽ വിശ്വസിക്കുന്നവരെല്ലാം നമ്മുടെ ജീവിതത്തിലെ നിർണായക ഘട്ടങ്ങളിൽ ഇതുപോലുള്ള തീരുമാനങ്ങളെടുക്കും. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഞങ്ങളെല്ലാവരും വൈദികരായപ്പോൾ ഒത്തിരിയേറെ ആലോചിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ചാണ് വൈദികരാകുന്നത്. 11-12 വർഷത്തോളമുള്ള പരിശീലനവും ഞങ്ങൾക്കതിന് ഉണ്ട്. സമർപ്പിത ജീവിതക്കാർക്കും അതുപോലെ തന്നെയാണ്. അർദ്ധനിയാത്ത് അല്ലെങ്കിൽ നവീക്ഷയ്ക്ക് ഇനിയുമല്ലെങ്കിൽ നവസന്യാസിനി ജീവിതമൊക്കെ കഴിഞ്ഞാണ് അവർ നിത്യവ്രതം എടുക്കുന്നത്. ഇപ്പോഴിതാ നമ്മുടെ പ്രിയപ്പെട്ട അനിയറ്റായ നിഗുണം അതുപോലൊരു തീരുമാനത്തിലേക്ക് ഈശോയെപ്പോലെ വന്നിരിക്കുകയാണ്. ഇവർ പരസ്യ ജീവിതം ആരംഭിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതുവരെ ഒരു രഹസ്യ ജീവിതത്തിലാണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. തന്നെയും ഇവരൊറ്റയ്ക്കായിരുന്നു. ഇവരെ ഒറ്റയ്ക്ക് പറയുമ്പോൾ ഓരോ വ്യക്തികളായിരുന്നു. ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒരു കുടുംബം സ്ഥാപിക്കുക. ഇത് ദൈവത്തിൻ്റെ ഹിതമാണ്. പുരുഷനും സ്ത്രീയും തമ്മിൽ യോജിക്കണം. ഈ ഇടയിൽ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ വലിയൊരു തർക്കം നടക്കുക. 14 വയസ്സുള്ള ചെറുക്കൻ അവരുടെ സഹോദരിയുമായിട്ടാണ് തർക്കത്തിൻ്റെ വിഷയം ഇതാണ്. വളരെ ഗുരുതരമായ വിഷയം. അമേരിക്കക്കാർക്ക് ഇതെല്ലാം ഒരു സാധാരണ സംഭാഷണ വിഷയം. ഒരു പുരുഷനോടൊപ്പം ജീവിക്കുന്നത് ശരിയാണോ? ഈ വലിയ വിഷയം അവർ ചർച്ച ചെയ്യുന്നു. ഭാര്യയെ പറഞ്ഞുവിടാമെന്ന് പറഞ്ഞിരുന്നല്ലോ എന്നല്ല, കർത്താവ് തിരുത്തിയവരെ. ഇത് നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ട് മോശ പറഞ്ഞതാണ്. അതൊരിക്കലും അല്ല, ദൈവത്തിൻ്റെ പദ്ധതി അതല്ല എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പദ്ധതി ഈ മക്കൾക്ക് നമ്മുടെ നിപുണ അനീറ്റായിട്ടും വെളിപ്പെട്ടു. അവർ വളരെയേറെ ആലോചിച്ച് ഈ തീരുമാനമെടുത്ത് ഒന്നിച്ച് ഒരു കുടുംബമാകുവാനായിട്ട് സന്നദ്ധരായിട്ട് വന്നിരിക്കുകയാണ്. ദൈവം അവർക്ക് എല്ലാവിധ ദാനങ്ങളും കൊടുക്കാനായിട്ട് അവരോടൊപ്പമുണ്ട്. ഞങ്ങൾ കുടുംബക്കാരും വളരെയേറെ ആലോചിച്ച് ആണ് ഈ തീരുമാനത്തിലേക്ക് എത്തിയെന്ന് എനിക്കറിയാം. ഇവർക്ക് രണ്ടുപേർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ലോകപരിചയമുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചവരാണ്, ഇപ്പോഴും അവിടെയാണ്. അപ്പോഴങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇവരെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇവർ മനസ്സിലായിട്ടുള്ളതിനനുസരിച്ച് ജീവിച്ചാൽ മതി. ഇവരുടെ വിദ്യാഭ്യാസം അനുസരിച്ചും ഇവർക്ക് സഭയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ ശിക്ഷണമനുസരിച്ചും അതുപോലെ തന്നെ ഇവരുടെ വിവേകവും ബുദ്ധിയും അനുസരിച്ച് ജീവിച്ചാൽ മതി. തീർച്ചയായിട്ടും അങ്ങനെ ജീവിക്കാമെന്നാണ് അല്പം താമസിച്ചാണെങ്കിലും നിപുണും അനീറ്റായും അല്പം താമസിച്ച് ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞതാണ് നിപുണും അനീറ്റായും തീരുമാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ തീരുമാനത്തിന് ഇനി യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല എന്ന് എനിക്ക് വ്യക്തിപരമായ ഉറപ്പുണ്ട്. കാരണം ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾക്കും ആ ഉറപ്പുണ്ട്. ഈ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പ്രിയമുള്ള മക്കളെ, ഈശോ മിശിഹായെ പോലെ നമുക്കെല്ലാവർക്കും പതിവായിരിക്കുന്നത് പോലെ ഈ നല്ല തീരുമാനം നിങ്ങളെടുത്ത് ഒന്നിച്ച് ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. പ്രതിജ്ഞ എടുക്കുമ്പോൾ വളരെ ഗൗരവതരമായിട്ടുള്ള രീതിയിൽ നിങ്ങളത് പ്രഖ്യാപിക്കും. നിങ്ങൾ എല്ലാ സമയത്തും ഒന്നിച്ച് ജീവിച്ചുകൊള്ളാമെന്ന്. സമ്പത്തിലും ദാരിദ്ര്യത്തിലും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല, പക്ഷേ ഒരിക്കലും ഏതവസ്ഥയിലും ഒന്നിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിജ്ഞ എടുക്കും. പക്ഷേ ഈ പ്രതിജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാവില്ല, നമ്മുടെ ഓരോ രാജ്യത്തിലും രാഷ്ട്രത്തലവന്മാർ സ്ഥാനമേൽക്കുമ്പോൾ എടുക്കുന്ന പ്രതിജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങളുടെ പ്രസിഡന്റ് ട്രംപ് എടുത്ത പ്രതിജ്ഞ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ലോകം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പ്രതിജ്ഞകൾക്കെല്ലാം വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രതിജ്ഞ നമ്മൾ പാലിക്കണം. അത് പാലിച്ചില്ലെങ്കിൽ രാഷ്ട്ര നേതാക്കന്മാർക്കോ രാഷ്ട്രീയക്കാർക്കോ എന്നാ സംഭവിക്കുന്നത്? അടുത്ത പ്രാവശ്യം അവരെ പരാജയപ്പെടും. പക്ഷേ അവരെ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ ഇറക്കി വിട്ടു. ഇതൊന്നും നമുക്ക് സംഭവിക്കുകയില്ല. കാരണം കർത്താവ് ചോദിച്ച കാരുണ്യവാനാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുക്കുന്ന ഈ പ്രതിജ്ഞയിൽ ഉറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ വചനത്തിൽ, അവിടുത്തെ ഉദാശകളിൽ, ആത്മാവിനെ നമ്മൾ അനുഭവിക്കുന്ന അവിടുത്തെ പ്രാർത്ഥനയിൽ ഒക്കെ നമ്മൾ യോജിച്ച് നിൽക്കണം. കർത്താവായി ശ്രമിച്ച ദൈവപുത്രനായിരുന്നു. മനുഷ്യരൂപത്തിൽ അവിടുന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച് ശക്തി സംഭരിച്ചാണ് മനുഷ്യരക്ഷ സാധിച്ചത്. മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പിതാവിനോട് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കുകയായിരുന്നു. കാരണം
ശാരീരികമായിട്ടുള്ള തൻ്റെ അവസ്ഥയിൽ ആ പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമാണെന്ന് ഈശോയ്ക്ക് ബോധ്യപ്പെടും. അതുകൊണ്ട് നിങ്ങൾക്കും അത് ബോധ്യപ്പെടും. അതുപോലെ തന്നെ എപ്പോഴെല്ലാം വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ അപ്പോഴെല്ലാം സംബന്ധിച്ച് ഈശോയുടെ ഐക്യപ്പെട്ട് നിങ്ങളുടെ സ്നേഹത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. നമ്മളൊരിക്കലും ഒരു വിത്ത് വിതച്ചതിന് ശേഷം പിന്നെ വീട്ടിൽ പോയിരിക്കുകയല്ല. നല്ല കൃഷിക്കാരാണെങ്കിൽ പാടത്തൊന്നും കയറുകയില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് വളവിടാൻ, അതിന് വെള്ളമൊഴിക്കാൻ, കളകളെ പറിച്ചു കളയാൻ, ഇങ്ങനെയായിട്ട് അവർ കൂടെ നിൽക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ഇന്ന് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി വെറുതെ ഇരുന്നാൽ പറ്റിയത്. നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഓരോ ദിവസവും നിങ്ങളുടെ സ്നേഹം വളരണം. നിങ്ങളിലുള്ള ദൈവരാജ്യം ഒരു കുടുംബത്തിലെ രാജ്യമായിട്ട് വളരണം. ദൈവം അനുഗ്രഹിച്ച് നിങ്ങൾക്ക് മക്കളെ ലഭിക്കും. അങ്ങനെയുള്ള മക്കളോട് ചേർന്ന് നിങ്ങളുടെ കുടുംബത്തെ ധന്യമാക്കാൻ നിങ്ങൾ സാധിക്കട്ടെ. ഈശോ മിശിഹാ രക്ഷാകര കർമ്മത്തിന് ചെയ്ത അതേ ഗൗരവത്തോടും അതുപോലെ തന്നെ സഭയിലും സമൂഹത്തിലും നേതാക്കന്മാർക്കും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവർക്കും പതിവായിരിക്കുന്നത് പോലെ നമ്മുടെ ഈ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയുള്ള വിവാഹത്തിൻ്റെ തീരുമാനം ഫലപ്രദമാക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കും. തീർച്ചയായിട്ടും അത് ഫലപ്രദമാകും. കാരണം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസനം. നിങ്ങളെ യോജിപ്പിച്ച കർത്താവ് ഇന്ന് നിങ്ങളോടുകൂടിയുണ്ട്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഭവനത്തിലേക്ക് വരികയും ഈശോയോടൊപ്പം പരിശുദ്ധ അമ്മയുമുണ്ട്. അതാണ് അമ്മ കാനായിലെ കല്യാണ വിരുന്നിൽ വെളിപ്പെടുത്തിയത്. ഈശോ നേരത്തെ പരിശുദ്ധ അമ്മ നേരത്തെ ആ കല്യാണ വിരുന്നിന് തെരഞ്ഞെടുത്തു. അത് സ്ത്രീകളുടെ ഒരു പതിവാണ്. അതുകൂടാതെ അവിടെ ആ കല്യാണത്തിൽ ഉണ്ടാകാനുള്ള ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പരിശുദ്ധ അമ്മ പോകുന്നതെന്ന് നമുക്ക് തോന്നി. പിന്നീട് ഇടപെട്ട് ആ കല്യാണ വിരുന്നിനെ സന്തോഷകരമാക്കുവാൻ വേണ്ടി ഈശോയോട് അഭ്യർത്ഥിച്ച് വെള്ളം വീഞ്ഞാക്കി. അപ്പോൾ ഇതുപോലുള്ള അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ ഈശോയോട് ചേർന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നൽകും. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ആ ഭക്തിയിലും നിങ്ങൾ നിലനിൽക്കണം. ബഹുമാന പ്രാർത്ഥന, സഭയുടേതായ രാമപ്രാർത്ഥനകളൊക്കെ പറ്റുമെങ്കിൽ ഒക്കെ ചൊല്ലിക്കൊണ്ട് വേണം ഓരോ ദിവസവും കടത്തിവിടാൻ. ഒരു ദിവസം പോലും തിരുവചനം വായിച്ച് പ്രാർത്ഥിക്കാതെ കടത്തിവിടുക. കാരണം നമ്മൾ ആദ്യം കേൾക്കേണ്ടത് ദൈവത്തെയാണ്, പിന്നീടാണ് മറ്റുള്ളവരെ കേൾക്കുന്നത്. ദൈവത്തെ കേൾക്കാതെ മറ്റുള്ളവരെ കേട്ടുകൊണ്ട് നമ്മൾ തന്നെ ചർച്ചകളൊക്കെ നടത്തിക്കൊണ്ട് പോയാൽ ശരിയാകും. ദൈവഹിതം അറിഞ്ഞ് ഈശോ മിശിഹാ മനുഷ്യരക്ഷ സാധിച്ചതുപോലെ തന്നെ നമ്മളും ദൈവഹിതം അറിഞ്ഞ് കർത്താവിനോട് അപേക്ഷിച്ച് അതെല്ലാ ദിവസങ്ങളിലും പ്രത്യേകിച്ച് പ്രത്യേക തീരുമാനങ്ങൾ അവർക്ക് എടുക്കുന്ന സന്ദർഭങ്ങളിലും അത് നിർവഹിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഞാൻ എല്ലാവിധ നന്മകളും നിങ്ങൾക്ക് ആശംസിക്കുന്നു. എന്നോട് ഇത് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ് ഉടനെ ഞാനത് സംബന്ധിച്ചു. ഞാൻ ഒരിക്കലും അതിനൊരു മടിയോ വേറെ ആലോചനകളോ ഒന്നും നടത്തിയില്ല. എന്നോട് പറഞ്ഞ ഉടനെ ആദ്യം പറഞ്ഞു എന്നോട് ഉടനെ ഞാനത് സംബന്ധിച്ചത്. പിന്നെ തരുണമെന്ന് പറഞ്ഞു. ആരെല്ലാം പറഞ്ഞു അപ്പോഴെല്ലാം ഇതിനൊരു കുഴപ്പമില്ല, ഞാൻ വരും എന്ന് തീരുമാനിച്ചു. വരണമെന്ന് എനിക്ക് ആഗ്രഹവുമായിരുന്നു. അതുകൊണ്ട് അനീറ്റ കൊച്ചുമകളായിരുന്നപ്പം അതിൽ എനിക്കറിയാം. വീട്ടിൽ വന്നിട്ടുണ്ട്. നീ അതിൽ ചാടി നടന്ന കാലം മുതൽ. പിന്നീട് കുറച്ച് നാൾ ഞാൻ തക്കല രൂപതയിൽ പോയതുകൊണ്ട് ആ ബന്ധം അധികം നിലനിന്നിരുന്നില്ല. പിന്നെ നിൻ്റെ വല്യമ്മച്ചി പറ്റിച്ചേർത്ത നമ്മുടെ വല്യമ്മച്ചി വീയുടെ കലായിലായിരുന്ന സംഘപ്രതി ഞാൻ പോയിട്ടുണ്ട്. രണ്ടുപേരെയും കണ്ട് ഞാൻ ഞങ്ങളുടെ കുടുംബത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ കുന്നുമുറ ഫാമിലി അത്ര മോശമൊന്നും കേട്ടോ എന്ന് പറഞ്ഞാൽ അവരിവിടെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ്. ആർക്കും മാനപ്പെട്ട ടോം കുന്നുമുറ അച്ഛൻ ഇവിടെയുണ്ട്. SP കോളേജിൻ്റെ പ്രിൻസിപ്പലായിരുന്ന അച്ഛൻ. ഇത്രയും തന്മയത്വവും വിവേകവും മാന്യതയും ഒക്കെ പെരുമാറുന്ന വൈദികരിലെ ഒരാളാണ് അദ്ദേഹം. വൈദികർ മറ്റുള്ളവരെല്ലാം അതിനോട് എതിർക്കും. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വൈദികനാണ് നമ്മുടെ ടോം കുന്നുമുറ. അദ്ദേഹത്തിൻ്റെ ഒരു അങ്കിളായിരുന്നു നമുക്ക് ദീപികയുടെ ഒരു സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച KC തോമസ് സാറ്. അതുപോലെ അറിയപ്പെടുന്ന ഒരു കുടുംബമാണ് കുന്നുമുറ കുടുംബം. ഏതായാലും ഈ കുടുംബ ബന്ധവും ഈ നിങ്ങളുടെ പരസ്പരമുള്ള ഐക്യവും നമ്മുടെ എല്ലാവരുടേതുമായിട്ടുള്ള സന്തോഷവും നിങ്ങളുടെ കുടുംബത്തിലൂടെ പ്രാവർത്തികമാകണം. അങ്ങനെ കാരുണ്യവാനായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും എന്നെ വളരെയേറെ ശ്രദ്ധയോടെ ശ്രമിക്കുന്നു. സാധാരണ കല്യാണത്തിൻ്റെ പ്രസംഗത്തിന് ഇത്രയും കാതോർത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എല്ലാവരും നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞാനും എന്ന് നിങ്ങളോടുകൂടി ഉണ്ടായി. ഞാൻ പട്ടം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെയും ഞാൻ വിവാഹം ആശീർവദിക്കുന്ന കുടുംബങ്ങളെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ പ്രാർത്ഥനയിൽ ഓർക്കും. അവരെയെല്ലാം ഞാൻ വീണ്ടും വീണ്ടും സമർപ്പിക്കും. അതുകൊണ്ട് നിങ്ങളും എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ സമർപ്പിക്കപ്പെടുന്നവരായിരിക്കും. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വത്തിൻ്റെ തുടർച്ചയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്നത്. കർത്താവായ ശംശ ഇന്ന് നിങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ
ആ ആശീർവാദത്തിൻ്റെ കരം നീട്ടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ കരം പിൻവലിച്ചാലും ഈശോയുടെ കരം നിങ്ങളുടെ മേലുണ്ടായി. അത് എന്നത്തേക്കുമായിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കരത്തിൻ്റെ തണലിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. എല്ലാ ആശംസകളും എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിൽ. മറ്റുള്ളവരുടെ ബന്ധങ്ങൾ എനിക്ക് ആരും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഏതായാലും എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വിവാഹ ജീവിതത്തിനുള്ള ആശംസകൾ നേരുന്നു. കാരുണ്യവാനായ കർത്താവിൻ്റെ കൃപ പ്രാർത്ഥിക്കുന്നു. മേലിലും നിങ്ങളോടൊപ്പം പ്രാർത്ഥന പൂർവ്വം ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തുതി. വിവാഹമെന്ന കൂതാശോയുടെ വേണ്ടി കർത്താവിന്റെ പ്രതിമാരുടെ മേൽ കൃപയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി സ്വച്ഛം അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർണമായ ജീവിതം നയിക്കുവാൻ ദൈവവചനമാവുന്ന സകലരെയും ക്ഷണിക്കുന്ന വിഷയമായി എന്റെ പ്രമാണങ്ങൾ അനുസരിച്ച് മാതൃകപരമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗീയ വിരുന്നിൽ പങ്കുകാരാകുവാൻ കല്യാണഗിരിയിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച വിഷയമായി എന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദൈവസാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥനാനതരായി ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും റൂഹാനും ഈശോയ്ക്കും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ വധൂവരന്മാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം നേടാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ ചെറുകർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. വിവാഹമെന്ന കൂതാശയെ ബന്ധിതരാകാൻ പോകുന്നു. ഈ കൂതാശ യോഗ്യതകളെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഹിത ശ്രേഷ്ഠൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദിയിൽ പുരുഷനും ജീവിത സഖിയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ഒന്നിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി നിരിച്ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോട് പൂർണ്ണമായ സമ്മതത്തോടു കൂടി മരിയായെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ വിവാഹത്തിന് സാക്ഷികളാകുന്നു. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലത്ത് കരം ചേർത്ത് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കാൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മരണം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവ് വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാമുഖമായ ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കാനും
ഇത് മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇതുവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണം. ജനമണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏക മനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനം അനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗ്ഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ.
അങ്ങയുടെ സംരക്ഷണത്തിന് തണലിൽ കാത്തോളണം. അബ്രാഹത്തെയും സാറയെയും ഗ്രഹിച്ച ദൈവമേ, ഭേദ്യമായ ഐക്യത്തിൽ വരെ ഒന്നിപ്പിച്ച് പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരനായ എന്നേക്കും. കർത്താവായ മിശിഹായ പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയത്തിന്റെയും ആദിസ്യം കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെ നാഥായ എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടന്നു പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നീയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഉദ്ഘോഷിക്കുന്നു. അനീറ്റ അവസാനത്തെ ആശീർവാദമാണ്. ഹൃദയം നിറഞ്ഞ ഞങ്ങൾ വൈദ്യരെല്ലാവരും ചേർന്ന് കർത്താവിന് നിങ്ങളെ സമർപ്പിക്കുകയും ഒരു നിമിഷം നിപുൻ്റെയും മോളുടെയും മനസ്സ് നിങ്ങളെ സ്നേഹിച്ച് ഭാര്യ ഭർത്താക്കന്മാര ആ കൂതാശ സ്വീകരിക്കാൻ ഇടനടിയ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി ദൈവമേ നന്ദി എന്ന് പറയുന്നു. ഹൃദയപൂർവ്വം പറയുക, അവിടത്തേക്ക് നന്ദി ആരാധന. രണ്ടാമത് പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഓർക്കണം. അപ്പൻ ഇവരുടെ അപ്പൻ സ്വർഗത്തിൽ, അമ്മ സിസിലിയുണ്ട്, മോളുടെ അപ്പനമ്മയും ഉണ്ടല്ലോ. മനസ്സിലാക്കുക, മാതാപിതാക്കൾ നിങ്ങളെ വളർത്തി ഇങ്ങനെ ഓരോ അന്തസ്സിലോട്ടും പ്രവേശിപ്പിക്കത്തക്കതിനും ഒരിക്കലും ദൈവമേ ഞങ്ങൾക്ക് ലഭിച്ച മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയുന്നു. സ്വർഗത്തിലേക്ക് പോയിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് മരിച്ചു വരുന്ന പൂർവികരും ഈ നല്ല സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ത്രിത്വിക ദൈവത്തിൽ പ്രവർത്തിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സുകളെ നന്ദിയോടെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് എല്ലാം അവിടുത്തെ അനുഗ്രഹം ദൈവം തന്നതായി മാത്രമേ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമേ എല്ലാം നീ ദാനമായി നൽകി. നിങ്ങൾ രണ്ടുപേരും ദാമ്പത്യത്തെ ഒരു ദാനമായി സ്വീകരിക്കുക, അതിനെ മനോഹരമാക്കാൻ കൃപയാണ്. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തെ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂതാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവർ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാനാലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങൾ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുക. ഈ കൂതാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയും നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ.
സ്വർഗീയ മണവാളൻ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാനും നാം എല്ലാവരും യോഗ്യരാകട്ടെ. നവദമ്പതിമാരെ നിങ്ങളെയും ഈ തിരുക്രമത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Open your eyes to golden light. There's a world of wonder painted in the sky. What a beautiful sight. It's all waiting for you. It's all waiting for you. It's just the beginning. It's just the beginning. Aurora, the light of day. It's all before you. Illuminated, so much to be found. Watch the world spin round. It's just the beginning. It's just the beginning. We'll chase the sky, watch us shine. It's in our eyes, burning bright. It's just the beginning. It's all waiting for you. It's all waiting for you. It's just the beginning. It's just the beginning.
जाने ना पहचाने ना हुआ कैसे तुम आगे बाहों में कैसे कोई जाने ना पहचाने ना हुआ कैसे तुम आगे बाहों में कैसे बेवफा सुनो बेवफा बेवफा ना जाना डूब रहता हूँ आंखों में तेरी दीवाना बन गया हूँ मैं चाहत में तेरी तुम जो मिल गए ये जल गए मेरे ख्वाबों में दिन जाओ तुम मेरे हमसफर तुम जो मिल गए ये जल गए मेरे ख्वाबों में दिन जाओ तुम मेरे हमसफर बेवफा सुनो बेवफा बेवफा ना जाना डूब रहता हूँ आंखों में तेरी दीवाना बन गया हूँ मैं चाहत में तेरी और दिल को सोते नहीं रात कहती नहीं तस्वीर से बात बनती नहीं तू आ जा Forever seems like a long time, but nothing seems like a long time when I am with you. I feel like I'm walking on water since the day that I asked your father to let go of his daughter. Are not two, they are one. Matthew chapter 19 verses 6. This is the day that the Lord has made. The day when Nipun's and Anita's love is being celebrated. So, ഈ ഒരു ദിവസം ഈ ഒരു സെലിബ്രേഷൻ്റെ ദിവസം നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ നിപുൺ ആൻഡ് അനീറ്റ ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് അവരെ മിസ്റ്റർ ആൻഡ് മിസ്സസ് എന്നുള്ള രീതിയിൽ പ്രൊനൗൺസ് ചെയ്യാണ്. സോ
നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. റെഡി അല്ലേ? സമ്മതം പറഞ്ഞ് ഇന്ന് നമ്മുടെ മുന്നിലൂടെ അവർ കടന്നു വരികയാണ്. സോ ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ ആൻഡ് മിസ്സസ് നിപുൺ ആൻഡ് അനീറ്റ. മനമറിയുന്നോള് ഇവളാ കെട്ടോള്, മനമറിയുന്നോള് ഇവളാ കെട്ടോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്, കനവില് വന്നോള് നിൻ കരളായി പോന്നോള്. പരിണയരായി പവനൊരുങ്ങുമ്പോൾ ഹൃദയം തന്നോള്, പട്ടുപെട്ടി പോൽ കൊഞ്ചിട്ട് എത്തുന്നു ചുറ്റിട്ടോള്, കാത്തിരുന്നൊരാ നാളെത്തി ഒട്ടി ഒട്ടി ഇട നെഞ്ചുമുട്ടി കഥ തുടരും ഇതിവരുടെ കല്യാണം. അവർക്കിനി എന്നും പെരുന്നാള്, അനുഗ്രഹം വേണം പുണ്യ. അമ്പ് പെരുന്നാൾ ചേലോടെ എന്റെ മുന്നിൽ വന്നവളാ, അന്ന് തൊട്ടേ ഉള്ളാകെ പെണ്ണിവളാ, ആരുമില്ല നേരത്ത് പോതും കണ്ണിവളാ, വീടു നിറയെ പിള്ളേരായി നാടുമായ തോളോളാ, അവൾക്കിനി എന്നും പെരുന്നാൾ. മുന്നിൽ
കുട്ടനാണല്ലോ പിന്നെ That was a wonderful, wonderful performance. Okay, ഇനി നമ്മുടെ ചെറുക്കനെയും പെണ്ണിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. നിപുൺ കുന്നംപുറത്ത് ലേറ്റ് കെ സി ജോർജിൻ്റെയും ലേറ്റ് റേസ്യമ്മ ജോർജിൻ്റെയും ആനിത്തോട്ടം ലേറ്റ് എ ടി മത്തായിയുടെയും ലേറ്റ് മറിയമ്മ മത്തായിയുടെയും കൊച്ചുമകൻ. അങ്ങനെ അവരൊന്നുകയാണ് സുഹൃത്തുക്കളെ. എന്നോട് തരുൺ പറഞ്ഞെന്നറിയോ, അനീറ്റ ഭയങ്കര സൈലന്റ് ഒരു പാവം കുട്ടിയാണ്. ഇതെന്താണ് പവർ ഹൗസോ എനർജി ബോക്സോ? എന്നെ നന്നായിട്ട് അറിയില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമ്മുടെ ചെറുക്കനെയും പെണ്ണിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം. അനീറ്റ, വെരി ഫോണ്ട്ലി കോൾഡ് അമ്മു. അമ്മു ഡോക്ടറാണ്, US വർക്ക് ചെയ്യുന്നു. വൈദേഹിയിൽ നിന്ന് MBBS പഠനം ശേഷം ഇപ്പോൾ MDക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. ഗ്രൂം നിപുൺ ഒരു ബിസിനസ്മാൻ ആണ്. MBA UK നിന്ന് എടുത്തു, ഇപ്പം അടിപൊളിയായിട്ട് ബിസിനസ് ചെയ്യുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ചെറുക്കനും പെണ്ണും ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് ഈ പിക്ചർ ഇസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് ദ ഫാമിലി. സോ ഞാൻ രണ്ടുപേരുടെയും പാരൻസിനെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അനീറ്റയുടെ ഫാദർ ജോസ് ആന്റണി ഈസ് എ ബിസിനസ്മാൻ. മദർ ജെസ്സി ലാബ് ടെക്നീഷ്യൻ ആണ്, US വർക്ക് ചെയ്യുന്നു. നിപ്പുൺസ് ഫാമിലി, ഫാദർ ലേറ്റ് ജോർജി ജോർജ് റിട്ടയർഡ് ബാങ്ക് മാനേജർ ആയിരുന്നു. അമ്മ സിസ്ലി ജോർജി റിട്ടയർഡ് കോളേജ് പ്രൊഫസറാണ്. ഇവരെ എല്ലാവരെയും ഞാൻ സ്റ്റേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇവരാക്കിയ ഫാമിലിയാണ്, അതുകൊണ്ട് നല്ലൊരു കയ്യടി കൊടുക്കണം. താങ്ങും തണലുമായിട്ട് കൈപിടിച്ച് നടത്തുന്ന കുറച്ച് സഹോദരങ്ങളുണ്ട്. സ്വന്തമായിട്ട് അവർക്ക് അഭിമാനിക്കാൻ പറ്റുന്ന സഹോദരങ്ങൾ. അനീറ്റയുടെയും നിപുണിന്റെയും സിബ്ലിങ്സിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാർക്കറ്റിംഗ് മാനേജർ ഇൻ USA, സിസ്റ്റർ ഇൻ ലോ സോണിയ സ്റ്റീഫൻ മെന്റൽ ഹെൽത്ത് കൗൺസിലർ ആണ് US, ആൻഡ് സന സിസ്ലിയ ജോജി ആൻഡ് അവരുടെ മകൾ ലേറ്റ് നോറ മെറിയം ജോജി. അനീറ്റയുടെ സിബ്ലിങ്സ് ബ്രദർ അനീഷ് കാനാട്ട്, ഈസ് എൻ എഞ്ചിനീയർ ഇൻ US. ജോസഫ്. എല്ലാവരും US സെറ്റിൽഡ് ആണ്. ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു ഫാമിലി കോളം പൂർത്തിയായിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ഫോട്ടോഗ്രാഫിനുള്ള സമയമാണ്. Okay, that's a wonderful
ഹാപ്പി ഫാമിലി പിക്ചർ. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ്. ആ ഒരു പ്രകാശം ഇവരുടെ ജീവിതത്തിൽ എന്നെന്നും വെളിച്ചം വീശട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ആശംസിക്കാം. അടുത്തതായിട്ട് നമുക്ക് ലാമ്പ് ലൈറ്റിംഗ് ആണ്. നിപുൺ അനീറ്റ, നിങ്ങളെ രണ്ടുപേരെയും ലാമ്പ് ലൈറ്റിങ്ങിനായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അഞ്ജു മരീന ആൽബിൻ ആൻഡ് ഡോക്ടർ ആൽബിൻ പെനി, ഇവരെ രണ്ടുപേരെയും മധുരം വെക്കലിനായിട്ട് ക്ഷണിക്കുന്നു. മധുരം വെക്കട്ടെ. പുതുച്ചക്കനും പുതു പെണ്ണിനും മധുരം വെക്കട്ടെ. നമ്മുടെ കുക്കുവിനും നമ്മുടെ അമ്മുവിനും മധുരം വെക്കട്ടെ. വൈൻ ടോസ്റ്റിംഗ്, പക്ഷെ ഇവിടെ ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം ഇവർക്ക് ട്രഡീഷണൽ ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അതായിരുന്നു നമ്മുടെ കല്യാണ ചെറുക്കൻ്റെ ചേട്ടനും ചേച്ചിക്കും ഉള്ള ഒരാവശ്യം. സോ നമ്മളിന്ന് വൈൻ ടോസ്റ്റിംഗ് അല്ല, നമ്മൾ കരിക്ക് ടോസ്റ്റിംഗ് ആണ്. അതെ, അപ്പം ഇവരുടെ ഇതിന്റെ ഈ ഒരു ലോഗോയുടെ താഴെ എഴുതിയിരിക്കുന്നതാണ് അതിന്റെ സത്യാവസ്ഥ. സ്കൂൾമേറ്റ് ടു സോൾമേറ്റ്സ്. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ ഇങ്ങനെ സോൾമേറ്റ്സ് ആകും എന്നുള്ളത്. ഈ സ്കൂൾമേറ്റ്സ് ആയിരിക്കുന്ന സമയത്ത് സോൾമേറ്റ്സ് ആവാൻ പറ്റിയില്ല എന്നൊരു വിഷമമുണ്ടോ? അതിനിപ്പോ തല്ലിപ്പിരിയുന്നാണോ? പക്ഷെ എനിക്ക് തോന്നുന്നു അനീറ്റയ്ക്ക് കാര്യമായിട്ട് എന്തോ പറയാനുണ്ടെന്ന്. പ്രപ്പോസൽ വന്നപ്പോഴാണ് എന്നെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ശരിക്കും എന്റെ ക്ലാസ്സിലെ ബാക്കി എല്ലാവരെയും അവർക്കറിയാം, എന്നെ അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ് അതിന്റെ സത്യം. കോയറിലൊക്കെ ഉണ്ടായിരുന്നു നാഷണാന്തം, ഓർക്കുന്ന കാര്യം നാഷണലാന്തം രാവിലത്തെ പ്രയർ ഇതെല്ലാം ചൊല്ലുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല, ഹെഡ് ബോയ് ഞങ്ങളുടെ ക്ലാസ്സിലായിരുന്നു. അപ്പൊ പുള്ളിനെ വന്ന് വിളിച്ച് അറ്റൻഷൻ സ്റ്റാൻഡീസ് പറയാൻ വേണ്ടിയിട്ട് ഇവരാദ്യം വരുമ്പോഴാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്താണ് അഡ്മിനിസ്ട്രേറ്ററിന്റെ റൂം. അപ്പൊ അവിടെയാണ് മൈക്ക് സെറ്റ് ചെയ്തത്. അവിടെ വെച്ചാണ് ഇവർ ഇതെല്ലാം ചെയ്തത്. അപ്പോൾ സ്ഥിരമായിട്ട് അങ്കിത്ത് എന്നാണ് നമ്മുടെ കൂട്ടുകാരുടെ പേര്. അവനെ വന്ന് വിളിക്കാൻ ഇവരെല്ലാരും കൂടെ വരികയാണ്. അങ്ങനെ മാത്രം ഞാൻ അനീറ്റനെ കണ്ടിട്ടുള്ളൂ. അതെല്ലാം കഴിഞ്ഞൊരു പ്രൊപ്പോസൽ വന്ന് ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുമ്പോ വാട്ട് ഡു യു ഫീൽ? രണ്ടുപേർക്കുള്ള ചോദ്യം, വാട്ട് ഡു യു ഫീൽ? രണ്ടുപേരും ഉത്തരം പറയേണ്ടതാണ്. ഒറ്റ വാക്കേ ഉള്ളൂ. അപ്പൊ അനീറ്റയ്ക്ക് എന്തോ കൂടുതൽ പറയാനുണ്ട്. അനീറ്റ പറഞ്ഞു. അവിടുന്നൊക്കെ കമന്റ് കേൾക്കുന്നത് അയ്യടാ അച്ചടാ പാവം. ജസ്റ്റ് ദാറ്റ്സ് ഇറ്റ്. ഞാൻ അനീറ്റയോടാണ് ചോദിക്കുന്നത്. കാര്യം അനീറ്റ ഇത്രയും നേരം നിപുണിന്റെ അടുത്ത് കുറച്ച് കൂടുതൽ ലോങ് ആൻസേഴ്സ് ചോദിക്കുന്നുണ്ട്. പക്ഷെ അനീറ്റ ഒറ്റവാക്കിലല്ല ഉത്തരം പറയുന്നുള്ളൂ. സോ അനീറ്റയ്ക്ക് തന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most beautiful thing you've seen in Nipun? He makes everyone around him happy. Wow. അടിപൊളി. കൈയടി കൊടുക്ക. നിപുണിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഇല്ലേ, നന്നായിട്ടൊന്ന് കൈയടിച്ചു വിട്. നമ്മുടെ ലേബർ ഇന്ത്യയുടെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ ആയ വിജയ് ജോർജ് കുളങ്ങരയാണ്. വളരെ സന്തോഷകരമായ ഒരു കുടുംബ കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇതാ ഞങ്ങളുടെ ചേട്ടച്ചാരി നിൽക്കുന്നു. ഈ ചേട്ടച്ചാരിയുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ ലേബർ ഇന്ത്യ സ്കൂളിലെ ഹെഡ് ബോയ് ആയിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഭീകര ബോയ് ആയിരുന്നു. വളരെ ജെന്റിൽമാൻ, എല്ലാ കാര്യങ്ങളിലും വളരെ ചടുലമായ നീക്കങ്ങൾ,
അവരുടെ നേതൃത്വ വാസനയുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയതമ ചുഴങ്ങടുത്ത് ഇതാണ് ലേബർ ഇന്ത്യയുടെ പവർ. നമുക്ക് കൈക്കുഞ്ഞുമായിട്ടല്ലേ നിൽക്കുന്നത്. അപ്പോൾ സോണിയയെ സംബന്ധിച്ചിടത്തോളം ലേബർ ഇന്ത്യയുടെ പ്രൊഡക്റ്റാണ്. അവിടെ വന്നു. അതുപോലെ തന്നെ ഇതാ ഒരു കൊച്ചു മകാനാണ്ട് നിൽക്കുന്നു. അതിന് ചേർന്ന ഇത് ലേബർ ഇന്ത്യയുടെ ഹെഡ് ഗേളായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇതിൻ്റെ ലേബർ ഇന്ത്യയുടെ പവറാണ്, ലേബർ ഇന്ത്യയുടെ ശക്തിയാണ്. പിന്നെ സിസിലി മാഡം എന്തായിരുന്നു, ഞങ്ങളുടെ സ്ഥിരം ഗാർഡിയനായിരുന്നു. ലേബർ ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് പങ്കെടുക്കുക. അതുപോലെ തന്നെ ഇതാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു വല്യപ്പന. ഒക്കെ ഞങ്ങളൊരു കുടുംബ ബന്ധമായിട്ട് വളർന്ന ഒരു സാഹചര്യം. ഞാൻ അനേക പ്രാവശ്യം അമേരിക്കയിൽ ചെല്ലുകയും അപ്പം ജെസ്സിയുടെയും അതുപോലെ തന്നെ ജോസിൻ്റെയൊക്കെ ആതിഥേയം ഏറ്റുവാങ്ങി അവിടെ വീടുകളിൽ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നല്ലൊരു ബന്ധമാണ്. എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു, പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനകളും ആശംസകളും. ഓക്കെ ഓക്കെ കുഞ്ഞുവാവേ, ഇതെന്നാ അടിക്കുന്നേ? സ്മോൾ അടിക്കണോ? ഓക്കെ പിന്നെ ഓക്കെ താങ്ക്സ് അലോട്ട്. ഇനി മൈക്ക് തിരിച്ചതാണ്. Sneak away, there is no time to waste. Find a space and make it a home. Holding on to one another, intertwine the threads to hold. Through it all, we'll have each other, driving steady as we go. Carve your name into my everyday. Set the pace, you won't be alone. Every memory will uncover, every story will unfold. Through it all, we'll have each other, driving steady as we go. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Carried away like we wanted, all the way home. Thought I saw you down the tin coastline. After all this time passed us by, it's getting cold out on the San Francisco
രണ്ടാമതായിട്ട് എനിക്കൊന്ന് മുണ്ട് മടക്കി കിട്ടണം. ഈ ചെയ്തതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കുക്കു ഒരു കട്ട ലാലേട്ടൻ ഫാനാണല്ലോ. ഓക്കെ, അപ്പൊ തുടങ്ങാം. അവിടം വരെ ഒന്നും എത്തിയിട്ടില്ല. നമുക്ക് നമ്മുടെ പഴയ റൊമാൻറ്റിക് ലാലേട്ടൻ ഇന്ന് തുടങ്ങാം. എന്റെ ഒരു പേഴ്സണൽ കേസ് പ്രസന്റ് ചെയ്യാനുണ്ട്. അതിനൊരു തീരുമാനം എടുക്കേണ്ടത് കുട്ടിയാണ്. ഇൻ ദിസ് കേസ് യു ആർ ദ ജഡ്ജ്. വേറൊന്നുമല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, 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 ഐ ലവ് യു. എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഇത്രയും സുന്ദരനായ സൽസ്വഭാവിയായ ചക്കരക്കുട്ടനായ ഒരു പെൺകുട്ടിക്ക് മനോഹരമായ ഒരു ജീവിതം വാഗ്ദാനം ചെയ്യാൻ കഴിവുള്ളവനായ ഈ ഉണ്ണികൃഷ്ണനെ ഗാഥയ്ക്കൊരിക്കലും വെറുക്കാൻ പറ്റില്ല. ഇറ്റ്സ് ഇംപോസിബിൾ. ഇനി ഞാൻ എന്ത് വേണം? ഇയാളെ പ്രേമിക്കണം. ഒരു യുവസുന്ദരനെ നോക്കി ഒരു യുവസുന്ദരി പ്രേമിക്കണോ എന്ന് ചോദിച്ചാൽ ആരായാലും രണ്ട് കൈയും കെട്ടി നിന്ന് ആരെങ്കിലും ചോദിക്കാനും പറയാനും ഇല്ലെങ്കിൽ കാശ് പോകുന്ന വഴി കാണുകയില്ല. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ആര് പറഞ്ഞു? ഉണ്ടോ? പിന്നില്ലാതെ. ഇതില് മാത്രമല്ല, എല്ലാറ്റിനും വഴക്ക് പറയാൻ, ശാസിക്കാൻ, നേർവഴിക്ക് നടത്താൻ ഇതിനൊക്കെ ഒരാളുണ്ടാവെന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ, കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടർന്നു. ചിലപ്പോഴൊക്കെ രാവണ ഇവിടം എനിക്ക് ഇഷ്ടമാവുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നിന്നെയും. അവളെന്താ പ്രാർത്ഥിച്ചു? ഒരു വിവാഹം നടക്കാൻ വധു ഈ ജാനകി, ഈ രാവണ. പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോൽ നെഞ്ചിലമരുന്നു. മുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ്, താങ്ക്സ് എ ലോട്ട്. അടിച്ചു പൊളിക്കടാ. വന്നു നിലപ്പൂക്കാലം തന്നോടിട്ടു തീരും. I see forever when I look in your eyes. Love that is deeper
fall forever. Stay